ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളി. ഈ ഖുർആൻ പിടിച്ച് അവര് സത്യം ചെയ്യണം. ഞാൻ ഈ പറഞ്ഞതൊന്നും ശരിയല്ല, തെറ്റാണ്. ജഡ്ജി സിറിയക് ജോസഫിനെ സ്വാധീനിച്ച് നേടിയെടുത്ത വിധിയാണ്. എനിക്കൊരു വക്കീൽ നോട്ടീസ് പോലും അയക്കാതെ, എനിക്കൊരു നോട്ടീസ് അയക്കാതെ, എന്നെ കേൾക്കാതെ ഞാൻ സത്യം ചെയ്യാം. എന്റെ മുന്നിൽ അന്നുണ്ടായിരുന്നത് ഒരുപാട് രൂപ കടം കൊടുത്ത് കിട്ടാതെ ഇരുന്ന ഒരു സ്ഥാപനത്തെ മെച്ചപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളത് മാത്രമായിരുന്നു. അത് ഞാൻ ഈ ഖുർആൻ പിടിച്ച് തന്നെ സത്യം ചെയ്യാം. അല്ലാതെ ജോലിയില്ലാത്ത, പണിയില്ലാത്ത എന്റെ ഒരു ബന്ധുവിന് ജോലി കൊടുക്കുക എന്നുള്ളത് എന്റെ ലക്ഷ്യമേ ആയിരുന്നില്ല. കാരണം നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നവരാണ്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ നോട്ടീസ് കൊടുത്ത് പണം തിരിച്ചു പിടിക്കണം, അത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. അതിനെയാണ് വക്രീകരിച്ച് എന്നെ സ്വജനപക്ഷപാതിയാക്കി ഇദ്ദേഹത്തെ കൊണ്ട് ഒരു വിധി പുറപ്പെടുവിച്ച് അന്ന് കാവൽ മന്ത്രിസഭയിൽ നിന്ന് ഞാൻ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത്. എന്ത് മോശമായിട്ടുള്ള പണിയും എടുക്കാൻ, ഏതാളുകളെയും സ്വാധീനിക്കാൻ ഇവർക്കൊക്കെ സാധിക്കുന്നു എന്നുള്ളത് അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ്.